രണ്ട് കാര്യങ്ങൾ അർജുൻ ശ്രദ്ധിച്ചാൽ മതി. അത് എന്തുവാ? സർവകർമ്മ സമർപ്പണം. രണ്ടാമത് ലക്ഷ്യബോധം. ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തി. അപ്പോൾ ഈശ്വരപ്രാപ്തി ലക്ഷ്യമാക്കി തൻ്റെ സകല കർമ്മങ്ങളും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പ്രപഞ്ചരൂപേണ പ്രത്യക്ഷനായിരിക്കുന്ന ഭഗവാന്റെ ആരാധനയെന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പോൾ അത് ശരിയാവും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. കർമ്മങ്ങൾ കൊണ്ട് നീ എന്നെ ആരാധിക്കണമെന്ന് പറയുന്നത് എങ്ങനെയെന്ന് അർജുൻ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ ശ്ലോകം പറഞ്ഞു, ചേതസാ സർവകർമാണി മയി സന്യസ്യമത്പര ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്ത സഹതംഭവ. അർജുന, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് സർവകർമ്മ സമർപ്പണം, ലക്ഷ്യബോധം.